തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചു മാത്രം വോട്ട് ചെയ്യണമെന്ന് സീറോ മലബാർ സഭ കഴിഞ്ഞ 5 കൊല്ലം ക്രൈസ്തവർ ഉയർത്തിയ ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് നോക്കണമെന്നാണ് വിശ്വാസികളുള്ള ആഹ്വാനം. വിപിൻ സി വിജയൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഇത്തരമൊരു ആഹ്വാനം ഈ അവസരത്തിൽ പുറപ്പെടുവിക്കുവാൻ എന്താണ് പശ്ചാത്തലം? സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ എന്നുള്ള പേജിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ക്രൈസ്തവരും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും എന്ന പേരിലാണ് ഈ ഒരു കുറിപ്പ് വന്നിരിക്കുന്നത്. അതായത് ഈ തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ചിന്തിക്കണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ സീറോ മലബാർ സഭ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആരെ തിരഞ്ഞെടുക്കണമെന്നതും ഏത് മുന്നണി രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കണമെന്നതും ക്രൈസ്തവർ തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ 5 വർഷങ്ങളിൽ നീതിപൂർവമായി നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളോട് എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ മുനമ്പം വിഷയം പറയുന്നുണ്ട്, ഭിന്നശേഷി വിഷയം, അതുപോലെ തന്നെ കോശി കമ്മീഷൻ റിപ്പോർട്ട്, ന്യൂനപക്ഷ പദ്ധതികളിലെ അനുപാതം തുടങ്ങി മലയോര കർഷകരോടുള്ള സമീപനം വരെ മനസ്സിലുണ്ടാകണം. അങ്ങനെ മാത്രം ആലോചിച്ച് വേണം ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ഒരു സമയത്ത് വോട്ട് ജനാധിപത്യ പ്രക്രിയയിൽ അമൂല്യമാണ്. അത് ഇങ്ങനെ മറ്റേതെങ്കിലും രീതിയിൽ പാഴാക്കിയാൽ വലിയ വില കൊടുക്കേണ്ടി വരും, അതിന് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളത് കൂടിയാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. അത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ആഹ്വാനം, ഏത് രീതിയിൽ ചിന്തിക്കണം എന്നുള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് ഇപ്പോൾ സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.